കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാട്. ഈ പാലക്കാടിനെ പറ്റി പറയുന്നത് കുറെ കാര്യങ്ങൾ കാണാനുണ്ട് അല്ലേ? എന്തൊക്കെയാണ് കാണാൻ? കേരളത്തിന്റെ നെല്ലറ, കരിമ്പനകളുടെ നാട്, പിന്നെ ഒരുപാട് കുളങ്ങളും നദികളും അമ്പലങ്ങളും കുറേയധികം ഡാമുകൾ, ഏറ്റവും കൂടുതൽ ഡാമുകൾ ഉള്ള ജില്ലയാണ് പാലക്കാട്. പക്ഷെ ഇതിലെല്ലാം ഉപരി ഈ കാണുന്ന പുഴ അറിയോ? കൽപ്പാത്തി പുഴയെ പറ്റി പറയുകയാണെങ്കിൽ കൽപ്പാത്തി അഗ്രഹാരത്തെ പറ്റി പറയാനുണ്ട്. അതേപോലെ തന്നെ കൽപ്പാത്തി രഥോത്സവത്തെ പറ്റി പറയാനുണ്ട്. കൽപ്പാത്തി തമിഴ് ബ്രാഹ്മണരെ കുടിയേറി പാർത്തിട്ടുള്ള ഒരു ഗ്രാമമാണ് ഈ കൽപ്പാത്തി. കൽപ്പാത്തി അമ്പലത്തോട് ചേർന്ന്, ശിവൻകോവിൽ അമ്പലത്തോട് ചേർന്ന് പാറ പൊട്ടിച്ച് പുഴയാക്കി കൊടുത്ത ഒരു വേ പോലെയാണ് ഈ പുഴ. വെൽക്കം ടു കൽപ്പാത്തി. പാലക്കാട് ജില്ലയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള കൽപ്പാത്തി ഗ്രാമമാണിത്. ഇതിന് ദക്ഷിണ കാശി എന്നും തെക്കൻ വാരണാസിയും ഇതിനെ അറിയപ്പെടുന്നു. കൽപ്പാത്തി രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് ഓൾഡ് കൽപ്പാത്തി എന്നും ന്യൂ കൽപ്പാത്തി എന്നും. ഈ കാണുന്നതാണ് ഓൾഡ് കൽപ്പാത്തി. ഇതിനപ്പുറത്തായിട്ട് അമ്പലത്തിന്റെ അപ്പുറത്തുനിന്ന് ശിവൻകോവിലിന്റെ അപ്പുറത്തെ സൈഡായിട്ട് ന്യൂ കൽപ്പാത്തി ഉണ്ട്. നമ്മൾ ന്യൂ കൽപ്പാത്തി ഇനി പോകുന്നുണ്ട്. പിന്നെ കൽപ്പാത്തിയിലെ ഏറ്റവും മെയിനായിട്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൽപ്പാത്തി രഥോത്സവമാണ്. പാലക്കാട് പട്ടണത്തിൽ നിന്ന് 3 കിലോമീറ്ററാണ് ഇവിടെ എത്താനായിട്ട്, ഈ കൽപ്പാത്തി എത്താനായിട്ട്. കൽപ്പാത്തി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ഈ ഗ്രാമത്തിന്റെ അന്തരീക്ഷം തന്നെയാണ്. ഇവിടുത്തെ കൾച്ചർ, ആ ഒരു അമ്പലമായിട്ട് ജീവിക്കുന്ന സംഗീതമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ആ ഒരു കൾച്ചർ എപ്പോഴും മിക്സ് ചെയ്തിരിക്കുകയാണ്. കാര്യം ഇവിടെ ആളുകളുടെ ഭാഷ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സങ്കരയിന ഭാഷയാണ് ഇവിടെ ആളുകൾ സംസാരിക്കുന്നത്. തമിഴ് മലയാളം മിക്സ് ചെയ്തൊരു ഭാഷ. ഈ അമ്പലത്തിന് ഇവിടെ ഒരു ശിവക്ഷേത്രത്തിന് പടിഞ്ഞാറോ ഭാഗത്താണ് ഓൾഡ് കൽപ്പാത്തി. ഇതിന്റെ ഈ ഭാഗത്തായിട്ടാണ് ഈ ന്യൂ കൽപ്പാത്തി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടെന്ന് തോന്നുന്നു. ചെറിയ ചെറിയ കൊച്ചു കോവിലുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ കൽപ്പാത്തി തെരുവിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആവശ്യമെന്ന് പറഞ്ഞാൽ പല ഡിസൈനിലും പല രീതിയിലുള്ള കോലങ്ങളാണ് അല്ലേ? മുൻപിൽ കാണുകയും ചെയ്യും. കാര്യം ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു. കോലങ്ങളിൽ വളരെയധികം ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു. പഴയ ബിൽഡിംഗ് ഏകദേശം 600 വർഷത്തെ പഴക്കമൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ? നമ്മൾ ഈ കാണുന്നതാണ് വളരെ പ്രശസ്തമായിട്ടുള്ള കൽപ്പാത്തിയിലെ വിശ്വനാഥ സ്വാമി ക്ഷേത്രം.
ഇത് വളരെയധികം കാലത്തെ പഴക്കമുണ്ട്, ഏകദേശം 300 വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ തെരുവിനെ പറ്റി അറിയോ? ഇവിടെയാന്ന് തോന്നുന്നു കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത്. കൽപ്പാത്തി വളരെ പ്രശസ്തമായിട്ടുള്ള കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന തെരുവാണിത്. ഇത് വളരെയധികം പ്രശ്നമാണ്. ബിക്കോസ് 3-4 തെരുവിൽ നിന്ന് രഥങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിഗ്രഹങ്ങളായിട്ട് എത്തി അമ്പലത്തിൽ എത്തിക്കുന്ന വളരെ പ്രശസ്തമായ ഒരു ആചാരമാണ് ഈ രഥോത്സവത്തിൽ ഉള്ളത്.